ഹലോ ഗൈസ്, കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പല്ലിവാൽ മുറിക്കുന്നത് എന്തുകൊണ്ട്? നമ്മുടെ വീടുകളിലും മറ്റും ധാരാളമായി കണ്ടുവരുന്ന പല്ലിയെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇവയെ ശക്തമായി ഒന്ന് തൊട്ടു നോക്കൂ. പെട്ടെന്ന് പല്ലിയുടെ വാൽ മുറിഞ്ഞു വീഴുന്നതായി കാണാം. മുറിഞ്ഞു വീണ വാൽ പിടയ്ക്കുന്നത് നമ്മൾ നോക്കി നിൽക്കുമ്പോഴേക്കും പല്ലി ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനാണ് ഈ സൂത്രം പല്ലി പ്രയോഗിക്കുന്നത്. ഇങ്ങനെ വാൽ മുറിച്ചിടുമ്പോൾ അല്പനേരം പോലും പല്ലിക്ക് വേദനിക്കുന്നില്ല. വാലിലേക്ക് നീളുന്ന നട്ടെല്ലിൻ്റെ ഭാഗം ബലം കുറഞ്ഞതാണ്. വാൽ മുറിയുന്നത് ഈ ബലം കുറഞ്ഞ ഭാഗത്ത് വെച്ചാണ്. ഇവിടുത്തെ പേശികളും കൊഴുപ്പുപാളിയും ശൽക്കങ്ങളുമെല്ലാം സ്ഥിതി ചെയ്യുന്നത് മുറിയുന്ന ഭാഗത്തെ വേർതിരിച്ചുകൊണ്ടാണ്. വാൽ മുറിഞ്ഞു കഴിഞ്ഞാലുടനെ സ്ഫിങ്ക്റ്റർ എന്ന പേശികളുടെ പ്രവർത്തനത്താൽ രക്തക്കുഴലുകൾ അടയുന്നു. മുറിഞ്ഞു വീഴുന്ന വാൽക്കഷ്ണം അല്പനേരത്തേക്ക് പിടിക്കുന്നത് അവയിലുള്ള റെസ്നേഴ്സ് എന്ന നാഡീതന്തുക്കളുടെ പ്രവർത്തനത്താലാണ്. സുഷുമ്നാ നാഡിയിലെ ഈ തന്തുക്കളാണ് അംഗവിന്യാസങ്ങളുടെ സ്വയനിയന്ത്രണം നിർവഹിക്കുന്നത്. ഈ തന്തുക്കൾ മുറിയുമ്പോഴാണ് വാൽ പിടയ്ക്കുന്നത്. ഓട്ടോട്ടമി എന്നാണ് ഈ വിദ്യയുടെ പേര്. ഓട്ടോട്ടമി എന്നാൽ മുറിക്കൽ എന്നാണ് അർത്ഥം. പല്ലിവർഗത്തിൽപ്പെട്ട ജീവികളെ കൂടാതെ ചിലയിനം ഒച്ചുകളും ഞണ്ടുകളും നക്ഷത്ര മത്സ്യങ്ങളും ഈ വിദ്യ പ്രയോഗിച്ച് ശത്രുവിൽ നിന്ന് രക്ഷ നേടാറുണ്ട്. 16 ഇനം പല്ലി ഉള്ളതിൽ 11 ഈ വാൽ മുറിക്കാനുള്ള വിദ്യ അറിയൂ. കഴുത്തു മുതൽ വാലറ്റം വരെ പല്ലിക്ക് കശേരുക്കളാൽ നിർമ്മിതമായ നട്ടെല്ലുണ്ട്. ഈ കശേരുവിൻ്റെ പകുതിയിൽ വെച്ചാണ് വാൽ മുറിയുന്നത്. വാൽ മുറിഞ്ഞു കഴിഞ്ഞ് പല്ലിയുടെ ജീവിതം ബുദ്ധിമുട്ടാണ്. ഓടാനും ചുവരിലും മരത്തിലും കയറാനുമൊക്കെ വാൽകഷ്ണം വേണം. കുറച്ച് ദിവസത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ. പഴയ പോലെ വലിപ്പവും ഭംഗിയുമില്ലെങ്കിലും ഒരു പുതിയ വാൽ ഏതാനും ദിവസങ്ങൾക്കകം മുറിഞ്ഞതിൻ്റെ സ്ഥാനത്ത് മുളച്ചു വരും. എന്നാൽ വയസ്സൻ പല്ലിക്ക് കുറ്റിവാലേ മുളച്ചു വരികയുള്ളൂ. ഒരു തവണ മാത്രമേ മുറിഞ്ഞ വാൽ വീണ്ടും മുളച്ചു വരികയുള്ളൂ. പിന്നീട് മുറിഞ്ഞാൽ മുളച്ചു വരില്ല. ഗെക്കോ എന്ന ഒരിനം ഓന്തിന് തൻ്റെ തലയൊഴികെ ഏതു ഭാഗവും ഇങ്ങനെ മുറിച്ചു മാറ്റാൻ പറ്റുന്നു. എന്നാൽ ഇതൊരു സൂത്രമാണ്. ഇവ യഥാർത്ഥത്തിൽ ശരീരം മുറിക്കുകയല്ല ചെയ്യുന്നത്. തങ്ങളുടെ തലയിണ പോലത്തെ തൊലിയുടെ ഉറയാണ് മുറിച്ചിടുന്നത്. ശത്രു പിടിക്കുന്ന ഭാഗത്തെ തൊലി മാത്രം ഊരിപ്പോരും. അല്പദിവസത്തിനകം ഈ തൊലിപ്പുതപ്പ് വീണ്ടും വളർന്ന് ശരീരഭാഗത്തെ മൂടുന്നു. സലമാൻഡർ എന്ന ഓന്താകട്ടെ ശത്രുവിന് കടിക്കാൻ പാകത്തിന് തൻ്റെ വാൽ നീട്ടിക്കൊടുക്കുന്നു. മറ്റു ഭാഗങ്ങൾ ശ്രദ്ധിക്കാതെ ശത്രു ഈ വാൽ കടിച്ചു പറിക്കുന്നു. നിറയെ വിഷഗ്രന്ഥികൾ നിറഞ്ഞ ഈ വാൽ ഒരിക്കൽ തിന്നാൻ ശ്രമിച്ച ശത്രു പിന്നെ സലമാൻഡറിനെ തിന്നാൻ ആഗ്രഹിക്കുകയില്ല. നട്ടെല്ലില്ലാത്ത ചില ജീവികളും ഈ വിദ്യ ഉപയോഗിച്ച് രക്ഷപ്പെടാറുണ്ട്. നക്ഷത്രമത്സ്യം തങ്ങളുടെ കൈകൾ മുറിച്ചാണ് ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുന്നത്. 1 2 കൈകൾ മുറിച്ചാലും പുതിയവ താമസിയാതെ വളരും. വായുടെ ഒരു ചെറിയ ഭാഗത്ത് മുറിക്കപ്പെടുന്ന ഓരോ കഷ്ണവും പുതിയ നക്ഷത്ര മത്സ്യമായി തീരുന്ന പ്രതിഭാസവുമുണ്ട്. ഞണ്ടുകൾ തങ്ങളുടെ കാലുകൾ കൊണ്ട് നടക്കുന്നു. അതുകൊണ്ട് 1 2 കാലുകൾ മിച്ചം വെച്ചിട്ട് ബാക്കി ശത്രുക്കൾക്ക് മുമ്പിൽ മുറിച്ചിടുകയുള്ളൂ. ചില ഞണ്ടുകളാകട്ടെ അങ്ങോട്ട് ആക്രമിക്കുന്ന തന്ത്രമാണ് എടുക്കുക. അവ അങ്ങോട്ട് ചെന്ന് ശത്രുവിൻ്റെ ദേഹത്ത് ഒരു കാൽ കുത്തിക്കയറ്റി ഒടിച്ചു വെക്കും. ശത്രു വേദനിച്ച് പിടഞ്ഞ് ഈ കാൽ ഊരിയെടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഞണ്ട് പമ്പ കടക്കും. സീസ്ലഗ് എന്ന ഒച്ചിൻ്റെ പുറത്ത് വിരലുകൾ പോലെ അനേകം നീണ്ട മുഴകളുണ്ട്. സീസ്ലഗ് ഭംഗിയുള്ള ഈ മുഴകൾ ശത്രുക്കൾക്ക് നേരെ അനക്കിക്കാട്ടുന്നു. നിറയെ വിഷമുള്ളുകളുള്ള ഈ മുഴ തിന്ന് മിക്കവാറും ശത്രുക്കൾ മരിക്കുന്നു. അഥവാ രക്ഷപ്പെടുന്നവയും പിന്നെ സീസ്ലഗിനെ തിരഞ്ഞു നോക്കാറേയില്ല. ജന്തുക്കളിൽ മുറിഞ്ഞുപോയ ഭാഗങ്ങൾ വീണ്ടും വളരുന്നതിൻ്റെ രഹസ്യം പൂർണ്ണമായും ശാസ്ത്രജ്ഞർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല.